ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ അനലിസ്റ്റ് നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ജോസഫിലേക്ക് പോകുന്നു. കാരണം നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ അർജന്റീന പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജോസഫ്, ഈ സ്കലോണിയുടെ തീരുമാനങ്ങൾ എപ്പോഴും അമ്പരപ്പിക്കുന്നതാണ്. പക്ഷേ ആ തീരുമാനങ്ങളുടെ അമ്പരപ്പാണോ അതോ പാരഡൈസിന്റെ കായികക്ഷമതയിലെ പ്രശ്നമാണോ എന്നറിയില്ല. എന്നാലും പാരഡൈസ് ഇല്ല ആദ്യ ലെവലിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അവരുടെ മിഡ്ഫീൽഡിലെ പ്രധാനി ഇല്ലാതെ അർജന്റീന ഇറങ്ങുന്നു ഇന്ന് കരുത്തുറ്റ സ്പാനിഷ് മിഡ്ഫീൽഡിനെതിരെ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സാങ്കേതിക ചോദ്യം തന്നെയാണ്. ഇനി കായികക്ഷമത ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കിയല്ലേ പറ്റുള്ളൂ. എന്തായാലും നിക്കോ ഗോൺസാലസിന്റെ ആദ്യം സ്റ്റാർട്ടാണ്. എല്ലാ മത്സരത്തിലും വിങ്ങിൽ നിന്ന് വന്ന് നമ്മൾ ഈ അവസാനത്തെ ഒരു എക്സ് ഫാക്ടർ പറയുമല്ലോ, അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അർജന്റീന കളി തിരിച്ചു പിടിക്കുന്നതിൽ ഒരു നിർണായക സാന്നിധ്യമായിരുന്നു ഈ താരം. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെ തുടക്കത്തിലെ വിങ്ങുകളിൽ കൂടി ആക്രമിക്കാനാണോ? കാരണം സ്പെയിൻ അങ്ങനെ ഒരു തന്ത്രം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. റോഡ്രിഗോ ഡിപ്പോളും നിക്കോ ഗോൺസാലസും രണ്ട് വിങ്ങിൽ കൂടി ഒരു സ്ഥലത്ത് ക്രോസ് വരുന്നു, മറ്റേ സ്ഥലത്തുകൂടെ ആക്രമിക്കാം എന്നുള്ള ഒരു ചിന്തയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്കലോണി പൊതുവെ ഞെട്ടിക്കാറുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ മിഡ്ഫീൽഡിന് സ്പെയിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാവും ഈ മത്സരത്തിലെ പ്രധാന ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ ക്വിക്ക് ട്രാൻസിഷൻ ആഗ്രഹിക്കുന്നു സ്കലോണി എന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ മൊണ്ടിയിൽ വന്നിട്ടുണ്ട്, റോഡ്രിഗോ ഡിപ്പോളിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 3 മാറ്റങ്ങളാണ്. ഇനി മറുവശത്ത് സ്പാനിഷ് ടീമിൽ നിക്കോ വില്യംസ് 100% ഫിറ്റ് ആണെന്ന് പറയുന്നു എങ്കിൽ പോലും നിക്കോ വില്യംസിന്റെ സാന്നിധ്യം ഇല്ല. അവിടെ ബയനക്ക് തന്നെയാണ് ആദ്യ ലെവലിൽ അവസരം നൽകുന്നത് കോച്ച് ഫ്യുണ്ട. അപ്പൊ എന്താണെങ്കിലും എന്താണ് അവിടെ സ്പാനിഷ് ടീമിന്റെ ആലോചന എന്താണെന്ന് തോന്നുന്നു? ഈ ഡീപോളിന്റെയും മൊളിനെ മാറ്റി മൊണ്ടിയലിനെ കൊണ്ടുവന്നുള്ള മാറ്റം അതെങ്ങനെയായിരിക്കും കളത്തിൽ പ്രതിഫലിക്കുക? അത് കുറെ കൂടെയും അവരുടെ വിങ് ബാക്സിനെ ഒന്നും കൂടെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. കാരണം ആക്രമിക്കുന്നതിന് മുമ്പ് സ്പേസ് വിട്ടു കഴിഞ്ഞാൽ ആ സ്പേസുകൾ അറ്റാക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് നിക്കോ ഗോൺസാലസ് അറ്റാക്ക് ചെയ്യുമല്ലോ, പെഡ്രോ പോറോയെ കുറച്ചുകൂടെയും പുറകിലേക്ക് പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാവും അതിലുള്ള. എന്തായാലും സ്പാനിഷ് പരിശീലകൻ ഡിലാഫ്യൂവിന്റെ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം എന്താണോ ഇതുവരെ നടന്നുപോയ ആ തന്ത്രം, വിജയകരമായി നടപ്പിലാക്കിയ തന്ത്രം, അത് തന്നെ നടപ്പിലാക്കാൻ തന്നെയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ബയനെ വെച്ച് കുറച്ചുകൂടെ പൊസിഷൻ നിലനിർത്താൻ, കുറച്ചുകൂടെ ആധിപത്യം നിലനിർത്താൻ, കുറച്ചുകൂടെ ബോൾ വെച്ച് കളിക്കുക, ട്രാൻസിഷൻ ഇതുവരെ പോയ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഫാബിയൻ റൂയിസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിജയകരമായി സെമിയിൽ നടപ്പിലാക്കിയ ഫ്രാൻസിനും എംബാപ്പയ്ക്കും എതിരെ നടപ്പിലാക്കിയ അതേ തന്ത്രം തന്നെ ഫൈനലിലും നടപ്പിലാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡിലാഫോവിന്റെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സ്കലോണി അതൊന്ന് മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ ഒരല്പം പ്രതീക്ഷിച്ചതാണ്. എന്തായാലും 3 മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. റൈറ്റ്. എന്നാലും ഈ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോൾ ആരാധകരുടെ ഒരു പ്രതീക്ഷ അത് വാനോളമാണ്. ജോസഫ്, ഞാൻ ജോസഫിലേക്ക് മടങ്ങിയെത്താം. ഞാൻ തിരുവനന്തപുരത്തെ ആരാധകരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയിക്കൊള്ളട്ടെ. അവിടെ എനിക്ക് തോന്നുന്നു വഞ്ചൂരാണെന്ന് തോന്നുന്നു അജ്മലുള്ളത്. അജ്മൽ, കൊച്ചിയിലെയും കോഴിക്കോടെയും ഒക്കെ ആവേശം കണ്ടു. വലിയ ജനക്കൂട്ടമാണ്, തിങ്ങി നിറച്ച് എത്തിയിട്ടുണ്ട് ആരാധകർ. എങ്ങനെ തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്? ഇതേ ആവേശമുണ്ടോ? അതെ എൽദോ, തിരുവനന്തപുരത്തെ ആവേശത്തിന് ഒട്ടും ചെറുതല്ല. എൻ്റെ പുറകിൽ ജനസാഗരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വഞ്ചൂർ കോടതിയുടെ മുമ്പിലാണ്. ഇവിടെ ഈ കഴിഞ്ഞ 40 ദിവസമായിട്ട് ഈ ഫുട്ബോൾ മാമാങ്കം അരങ്ങേറിയപ്പോൾ മുതൽ തുടങ്ങിയ സ്ക്രീനിങ് ആണ്. ഇന്നാണ് അവസാനത്തെ സ്ക്രീനിങ്. ആ വിശ്വവേദിയിൽ വമ്പന്മാരെ അറിയാൻ ഇനി ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാർ തങ്ങളുടെ സീറ്റുകൾ പിടിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ ഒന്ന് മത്സരം കാണാൻ വേണ്ടി. നമുക്കിനി ആൾക്കാരുടെ പ്രതികരണത്തിലേക്ക് പോവാം. ഒരു അർജന്റീന ആരാധന കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ഉണ്ട്, നല്ല ടെൻഷനുണ്ട്. അങ്ങനെ നമ്മളിപ്പം 2ാമത്തെ തവണയാണ് അർജന്റീന ഫൈനലിൽ വരുന്നത് തുടർച്ചയായിട്ട്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് അർജന്റീന അടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ അടിക്കും ഇത്തവണ മെസ്സി 2ാമത് കൊണ്ടു ഉറപ്പാണ്. അപ്പൊ നമുക്കിപ്പം കാണാൻ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് ജനസാഗരമാണ് ഇവിടെ ഇവിടെ മത്സരം വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇവിടെ. നീലയും വെള്ളയും അണിഞ്ഞ് ഒരുപാട് ആരാധകർ ഇവിടെ ഉണ്ട്. സ്പെയിൻ്റെ ആരാധകരുണ്ട്, അർജന്റീന ആരാധകരുണ്ട്. എല്ലാവരും ഇവിടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇനി മത്സരം തുടങ്ങാൻ വെറും 3/4 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുമ്പ് തന്നെ ആരാധകർ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. ഇന്നത്തെ കളി എന്ത് തോന്നുന്നു? നമ്മൾ ജയിക്കുമോ? അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. സ്പെയിൻ ടൈറ്റ് ടീമാണ്. കഴിഞ്ഞ 16 വർഷത്തിന് ശേഷമാണ് സ്പെയിൻ ഫൈനലിൽ എത്തുന്നത്. ഇതുവരെ ഒരു ടീമും തുടർച്ചയായിട്ട് ഒരേ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരേ കോച്ച് പരിശീലിച്ച ഒരു ടീം ഇതുവരെ തുടർച്ചയായിട്ട് കപ്പ് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഇത്തവണ ആ ചരിത്രം മാറ്റിക്കുറിക്കാൻ തോന്നുന്നുണ്ടോ അർജന്റീന? ചാൻസ് ഉണ്ട്. അർജന്റീന നല്ല ടീമാണ്. സ്കലോണിയിൽ നല്ല വിശ്വാസമുണ്ട്. ചാൻസ് ഉണ്ട്. സ്പെയിനെ കൊച്ചായിട്ട് കാണുന്നുണ്ടോ? നമ്മള് ബാഴ്സലോണ ഫാൻസ് ആണ്. നമ്മള് 2 ടീമിന് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആരാധകൻ ബാഴ്സലോണ ആരാധനാണ്. ആര് ജയിച്ചാലും
താൻ സന്തോഷവാനാണെന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ല, അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം. സ്പെയിൻ ജയിച്ചാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളോട് ഒരുപാട് ആരാധകന്മാരും ആരാധകരൊക്കെ ഉണ്ട്. നമുക്കൊരു ആരാധക എടുത്ത് ചോദിക്കാം. സ്പെയിൻ്റെ ആരാധക കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമുക്കൊരു സ്പെയിൻ ആരാധക നമ്മളോടൊപ്പം ഉണ്ട്. ഈ വർഷം കറ്റാലമ്പറ കപ്പ് കൊണ്ടുപോവോ? ഈ പ്രാവശ്യം എന്തായാലും രണ്ടാമത്തെ സ്പെയിൻ എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ 16 വർഷത്തിന് ശേഷമാണ് സ്പെയിൻ ഫൈനലിൽ വരുന്നത്. ഇത്തവണ സ്പെയിൻ ഏറ്റുമുട്ടാൻ പോകുന്നത് തങ്ങൾ ദത്തുപുത്രനായിട്ടാണ്. കൊണ്ടുപോകും. മെസ്സി ഞാൻ പറയാൻ പേടിക്കുന്നില്ല, ഇല്ല, ഒട്ടും പേടിക്കുന്നില്ല. ബാർസഫാനായോണ്ട് രണ്ടുപേരും എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ബാർസലോണ ചരിത്രം തന്നെ മെസ്സിയാണ്. അപ്പൊ എന്ത് പറയും? ഇപ്പൊ ബാർസലോണിലെ എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ സ്പെയിനിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ബാർസലോണിലാണല്ലോ. ഇപ്പൊ നിലവിൽ കളിക്കണ എല്ലാ പ്ലേയേഴ്സും അതാണ് ഇപ്പൊ ബാർസയിൽ കളിക്കുന്ന ബാർസയുടെ ഫ്യൂച്ചറും ബാർസയുടെ ചരിത്രവും ആണ് ഇപ്പൊ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ആരാധകന്മാരുണ്ട്. ബ്രോ പറഞ്ഞു ഒരു അർജന്റീന ആരാധന കിട്ടിയിട്ടുണ്ട്. എന്ന് തോന്നുന്നു ഇന്നത്തെ മത്സരം? ഇന്നത്തെ മത്സരം എന്ത് പറഞ്ഞാലും ഒരു നല്ലൊരു മത്സരമായിരിക്കും. സ്പെയിന്റെ ഡിഫൻസിനെ പേടിക്കുവോ അർജന്റീന? മുട്ടി കൊടുക്കുവോ? ഇത് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ് കളിക്കുന്നത്. നമ്മൾ ഈ ചെറിയ പ്ലേയേഴ്സും വലിയ പ്ലേയേഴ്സും വ്യത്യാസം. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച് അതേ ടീമിന് കുറച്ച് മാറ്റങ്ങൾ അർജന്റീന വന്നേക്കുന്നത്. എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയില്ല. സമ്മർദ്ദം സിറ്റുവേഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും എന്നാണ് തോന്നുന്നത്, അല്ലേ? ഉറപ്പ്. ഇപ്പൊ കാണാൻ കഴിയുന്നത് ആരാധകരുടെ വലിയ ആവേശമാണ്. സ്ക്രീനിൽ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനിൽ ഇപ്പോൾ ഫുട്ബോൾ വീഡിയോസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വൻ സ്വീകരണമാണ് കിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ആരാധകരുടെ വൻ ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് മലപ്പുറത്തും മലബാർ റീജിയനിലും മാത്രം കണ്ടുവരുന്ന ആവേശം ഇപ്പോൾ കേരളത്തിൽ ഓരോ കോണിലും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അടങ്ങാത്ത ആവേശം, രാവുകളെ പകലാക്കുന്ന ആവേശം, ഫുട്ബോളിന്റെ ഒടുങ്ങാത്ത ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാധകരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. തങ്ങളുടെ ടീം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ബ്രോ എന്ത് തോന്നുന്നു? ആരെയായിരിക്കും? മെസ്സി. വാമോസ്. അപ്പൊ നമ്മൾ ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരും പ്രചരണത്തിലേക്ക് പോവാം. റൊണാൾഡോ ഫാനെ കിട്ടിയിട്ടുണ്ട്. ബ്രോ ഇന്ന് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? പോർച്ചുഗലിനെ തോപ്പിച്ച് സ്പെയിനെ സപ്പോർട്ട് ചെയ്യുമോ അതോ നിങ്ങളുടെ എതിരാളിയായ മെസ്സിയുടെ അർജന്റീന സപ്പോർട്ട് ചെയ്യുമോ? ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആരെയും ചേർന്ന് സന്തോഷം. ഇപ്പൊ അണ്ണൻ ചെയ്യുമ്പോഴാണെങ്കിൽ എന്ത് തോന്നുന്നതിന്? അണ്ണൻ തന്നെ ജയിക്കും. ഒരു കൊച്ച ഇവിടെ എല്ലാ ദിവസം കളി കാണാൻ വരാറുണ്ടോ? ഇല്ല, എല്ലപ്പോഴും. ആദ്യം കളിയാണോ വരുന്നത്? അല്ലല്ല, 2-3 പ്രാവശ്യം വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവങ്ങൾ? കളിയാണ് ആരാധകരുടെ ആവേശം എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. ഇവിടെ നാട് ട്രിവാൻഡ്രോ? അല്ലല്ല, പത്തനംതിട്ട. കോന്നി എങ്ങനെ ട്രിവാൻഡ്രത്തെ ഫുട്ബോൾ ആവേശത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ മികച്ച അനുഭവം തന്നെയാണ്. തീരുമാനമുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ ഇന്നത്തെ ഫൈനൽ മത്സരം എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ? ഫൈനൽ മത്സരത്തിൽ വിചാരിക്കുന്നു. എത്ര ഗോളിന്? 2-1. അത്ര ഉറപ്പുണ്ട്. മെസ്സിയും പിള്ളേരെ ഇന്ന് സ്പെയിന്റെ ബ്രസീൽ ഫാനാണ്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. നമുക്ക് അങ്ങനെയില്ല, എന്നാലും നമുക്ക് അങ്ങനെയല്ല. അർജന്റീനക്കെതിരേക്കുന്ന ആരും നമ്മുടെ ടീമാണ്. പക്ഷെ ലാറ്റിൻ അമേരിക്കൻ ടീമാണ് അർജന്റീന. അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നാലും നമ്മള് അർജന്റീനക്കെതിരെ ആര് വന്നാലും ഇന്ത്യ വന്നാലും അങ്ങനെയല്ല. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്തെ ഫുട്ബോൾ ആവേശത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ആരാധകരെല്ലാം നല്ല ആവേശത്തിലാണ്. ഇത്തവണത്തെ കപ്പ് മെസ്സിയും പിള്ളേരും തൂക്കുമെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഒരുപാട് ആരാധകരുണ്ട്. പോർച്ചുഗലിന്റെ ആരാധകരുണ്ട്, ബ്രസീലിന്റെ ആരാധകരുണ്ട്, ഇംഗ്ലണ്ടിന്റെ ആരാധകരുണ്ട്. ഇവരൊക്കെ ഇന്ന് സ്പെയിൻ അർജന്റീന മത്സരത്തിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ആര് ജയിക്കുന്നു എന്നുള്ളത് അതിൽ കൗതുകമുണ്ട്. ഒപ്പം അല്പം കുശുമ്പും അസൂയും ഒക്കെ ഉണ്ടാവും ചില ആരാധകർക്കെങ്കിലും. ഞാൻ ജോസഫ് ജോർജിലേക്ക് മടങ്ങി പോവുകയാണ്. ജോസഫ്, അങ്ങനെ കേരളത്തിന്റെ ഒരു പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ 100-ൽ 90 പേരും അർജന്റീന ജയിക്കുമെന്ന് പറയുന്നവരാണ്. സ്പാനിഷ് ആരാധകർ അത്രമാത്രം കൗണ്ടില്ല എന്നുള്ളതാണ് ശരി. എനിക്ക് തോന്നുന്നു ലോകകപ്പ് വേദിയിലും ഏറെക്കുറെ അത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അർജന്റീന ആരാധകരായിരിക്കും ആ വേദിയിൽ ഇന്ന് കൂടുതൽ ശബ്ദം ആരവമുയർത്താൻ പോവുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ അർജന്റീന പിന്നിൽ പോകുമ്പോഴൊക്കെ അത്യാവശ്യത്തോടുകൂടി വലിയ ഊർജ്ജത്തോടുകൂടി കയറി വരൂ കംബാക്ക് എന്ന് ആർത്ത് വിളിക്കുന്നത് അവരാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിലും ആ ഒരു എഡ്ജ്, ഫാൻസിന്റെ ഒരു അപ്പർ ഹാൻഡ് അർജന്റീനയ്ക്ക് ആയിരിക്കില്ലേ? യെസ്, 12th മാൻ അർജന്റീനയ്ക്ക് ആവാനാണ് സാധ്യത. നമ്മൾ ഇത് ലിയോണൽ മെസ്സി കളിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ കാണുന്നതാണ്. അത് 2022 ലോകകപ്പിൽ അദ്ദേഹം കിരീടം ചൂടിയപ്പോൾ ആരാധകർക്ക് സന്തോഷമായി. അത് ഇത്തവണയും നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു നായകനും ഇതുവരെ അങ്ങനെ കിരീടം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെസ്സിയെ പോലെ ഒരു ഇതിഹാസ താരത്തിന് സാധിക്കുവാണെങ്കിൽ ആ ഒരു സന്തോഷം എല്ലായിടത്തും ഉണ്ടാവും. ഈ ആരാധകരുടെ പിന്തുണ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതിനി അർജന്റീനയെ ഇഷ്ടമല്ലാത്തവർ പോലും അവരുടെ ആ ഒരു സെമിയിലെ പെർഫോമൻസിന് ശേഷം ഇംഗ്ലണ്ടിനെ ഒന്ന് പരാജയപ്പെടുത്തിയ ആ ഒരു രീതി, ആ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ അവസാനത്തെ ആ ഒരു 35 മിനിറ്റിൽ, അത് ആരാധകരെ ഒന്നടങ്കം കീഴടക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാധകരുടെ പൂർണ്ണ പിന്തുണ, അത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, കഴിഞ്ഞ ലോകകപ്പിന് ശേഷം നമുക്കറിയാം കേരളവും ബംഗ്ലാദേശും ഒക്കെ എടുത്തു പറഞ്ഞിരുന്നു. അന്ന് നാഷണൽ ടെലിവിഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് പലപ്പോഴും കേരളത്തിലെ ദൃശ്യങ്ങൾ ലൈവായിട്ട് തന്നെ കാണിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അത്രയധികം പിന്തുണയാണ് അർജന്റീനയ്ക്കും മെസ്സിക്കും കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. റൈറ്റ്, ജോസഫ് സൂചിപ്പിച്ചോലെ ആരാധകരുടെ പിന്തുണ എപ്പോഴും അർജന്റീനയ്ക്ക് ഒരു അപ്പർ എഡ്ജ് നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജോസഫ്, ഞാൻ വീണ്ടും ആ ടീമിന്റെ കോമ്പോസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി എങ്ങനെയാണ് ഒരു നമ്പർ 10 പൊസിഷനിൽ തന്നെ നിൽക്കും എന്നാണോ കരുതുക? മെസ്സി കുറച്ചുകൂടെ ഫ്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നിപ്പം വിങ്ങുകളിൽ കൂടെ കുറച്ചുകൂടെ വിട്ട് കിട്ടുമല്ലോ. നിക്കോ ഗോൺസാലസും റോഡ്രിഗോ ഡീപോളും കൂടെ എത്തുമ്പോൾ ഡീപോൾ കുറെ കൂടെ വൈഡായിട്ട് കളിക്കും. അല്ലെങ്കിൽ ഡീപോൾ അകത്തേക്ക് പോകുമ്പോഴൊക്കെ മെസ്സി ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഇന്നൊരു നമ്മൾ പൊതുവെ മെസ്സിയെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഡൈനാമിക് ആയിട്ടുള്ള ഫ്ലോട്ട് ചെയ്യുന്ന റോളായിരിക്കും. ഒരിക്കലും നമ്പർ 10 ഒതുങ്ങിപ്പോവില്ല. ആ പോക്കറ്റ് സ്പേസുകൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും കുക്കുറയ കളിക്കുന്ന ആ ഒരു ഏരിയ ആയിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം പെഡ്രോ പോറോ കളിക്കുന്ന ആ ഒരു ഏരിയയിൽ ഓട്ടോമാറ്റിക് ആയിട്ടും നിക്കോ ഗോൺസാലസ് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഡീപോൾ അത്രയും ഡീപ്പ് അറ്റാക്ക് ചെയ്ത് പോകാൻ സാധ്യതയില്ല. കുറെ കൂടെ ഒരു മിഡ്ഫീൽഡിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. പാരഡൈസ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ട്. അപ്പൊ എൻസോ ഫെർണാണ്ടസും മക്കലിസ്റ്ററിനോടും ഒപ്പം ഡീപോളും കൂടെ ചേർന്നാവും ആ ഒരു മിഡ്ഫീൽഡിൽ സ്പെയിനിനെ നള്ളിഫൈ ചെയ്യാനുള്ള, സ്പെയിനിന്റെ ആ ഒരു ടെക്നിക്കാലിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം. അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്റ്റീല് വേണം. അങ്ങനെ ഉള്ളപ്പോൾ ഒഴിവ് വരുന്ന സ്പേസുകളൊക്കെ എവിടെയൊക്കെയാണോ ഹാഫ് സ്പേസുകൾ വരുന്നത് അതൊക്കെ മുതലാക്കാനുള്ള ഉത്തരവാദിത്വവും ലിയോണൽ മെസ്സിക്കായിരിക്കും. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.